എന്തായിരുന്നു കാര്യം? എൻ്റെ കൂടെയുള്ള ആളുകളെ ഒരു രണ്ടാളുകൾ അവർ ലീവ് എടുത്തിട്ട് ഒരു 5 വർഷത്തെ ലീവ് എടുത്തിട്ട് വിദേശത്ത് പോകുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് ഒരു 5 വർഷം കൊണ്ട് എന്തെങ്കിലും അധ്വാനിച്ചിട്ട് ശിവദാസ, എനക്ക് 33 വയസ്സ് കിട്ടിയ ജോലിയാ. 2 കൊല്ലം ജീവിതത്തിലേ ഇപ്പോ 19,000 ബേസിക് സാലറി ഇല്ലേ? ഗൾഫൊന്നും പഴയ ഗൾഫല്ലപ്പോ. അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 2/3 അവിടെ ചെലവാക്കണം എന്നാ. എന്നാലൊക്കെ ഇപ്പം പഴയമാരൊന്നും വരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ള ജോലി പോരെ, എന്തിനാ ഇപ്പൊ പോകുന്നത്? വിദേശത്ത് പോയിട്ട് ഒരു 5 വർഷം കൊണ്ട് എന്തെങ്കിലും അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ടെ എന്നാലും വീടൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. അത് അയ്യയ്യേ എന്റെ ശിവദാസ, ഇപ്പൊ ബാങ്ക് ലോണൊക്കെ കിട്ടൂലേ ഇവിടെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ? മെല്ലെ മെല്ലെ അടച്ചു കൊടുത്താ പോരെ? ഞാൻ നാളെ ഫൈസലിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. നമ്മളെ വിസ ശരിയാക്കണേ. ഏ ആ ഫൈസൽ വന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് വരി. ഏ ഉം. പിന്നെ കിട്ടിയനെ വിട്ട് പറക്കുന്നതിന് അയ്യെ പോകണ്ട എന്നാണ് എന്റെ അഭിപ്രായം. സുമാരാ, അനക്കൊന്ന് കേക്കണോ? ഫൈസൽ ഇന്നലെ ഇവിടെ വന്നീനി. 1.5 ലക്ഷം കൊടുക്കണം പോലെ വിസക്ക്. ഈ ചെക്കന്റെ 3 മാസത്തെ ശമ്പളം പോവില്ലേ? ഈ ചെക്കൻ എന്തായി പോയി? അങ്ങിലുമേ പറഞ്ഞാ മനസ്സിലാവില്ല, എന്ത് ചെയ്യൂ? പഴയ ഗൾഫൊന്നല്ല ഇപ്പൊ അവിടെ പോയിട്ട് ആടിനെ നോക്കാനോ ഒട്ടകത്തിനെ നോക്കാനോ കേൾക്കും പണി, അല്ലേ പെട്രോൾ പമ്പിൽ. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? നല്ലൊരു ജോലി ഇവിടെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ പോരെ? അല്ല സുമാരാ, വേറൊരു കാര്യണ്ട്. എന്നെ വൃദ്ധസാധനത്ത് കൊണ്ടുപോയി ആക്കാൻ പോവാൻ പോലെ. എടാ, ഇന്നെ പോലെ ഒരു വലിയ കാര്യത്തിന് ആടെ കൊണ്ടുപോയി ആക്കിയാല് എന്താ കഥ? അത്രയൊന്നും തോന്നൂലെങ്കിലും എനിക്ക് 10-65 വയസ്സായി സുമാരാ. ഇനി ആരും കൊത്തിക്കൊണ്ടുപോകില്ല, അതൊന്നും പേടിക്കണ്ട. നിങ്ങളെ നീളമുള്ള നാവിനെ പേടിച്ച് ആരെയും വൈക്ക് വരുമോ? ആടെ പോയിട്ട് എന്ത് മാന്തി കൊണ്ടുവരാനാ? ഇക്കരക്കുമ്പോ അക്കരെ പച്ച. അല്ല പിന്നെ